ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാങ്ങ അച്ചാറാട്ടോ. നല്ല നാടൻ അച്ചാറാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നല്ല മാങ്ങ വെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിതപ്പോൾ നമ്മളെ മാങ്ങ ഫുള്ള് ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാറിൻ്റെ ഭാഗത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അച്ചാറിടുന്നത് നോക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് അച്ചാറിടുന്നത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ പാന് നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പവിത്ര എന്നുള്ള എള്ളെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി ഇതവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പാന് നല്ലപോലെ ചൂടായി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ, എള്ളെണ്ണ എന്നൊക്കെ പറയൂ, അതാണ് കേട്ടോ. ഞാൻ എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. നമ്മളെ എണ്ണ ഇതാ നല്ലപോലെ ചൂടായി വന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് വിതറി കൊടുക്കുകയാണ്. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അത് നമ്മളെ കടുകൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തത്, ചെറിയ പാത്രമായാലും മതി. ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പൊളിച്ച് മുഴുവനായി അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അത് അച്ചാറിന് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഇടാം. ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് പച്ചമുളക്, കറിവേപ്പില, ചേർത്ത് ഇത് നല്ലപോലെ വാടി അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് അത്ര ഉണ്ടാവില്ല, നല്ല കളറും ഉണ്ടാവും. അതിനാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എരിവ് അധികം ആർക്കും അങ്ങനെ പറ്റില്ല. തീ കുറച്ച് വെച്ചേക്കാണ്. സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ഭയങ്കര കുത്തലായാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ എണ്ണയിൽ നല്ലോണം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് അല്പം സാധാ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
കുറച്ച് അച്ചാർ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ചില ആൾക്കാർ അച്ചാർ പൊടി ചേർക്കാതെ തന്നെ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ഇടൽ. ഞാനിപ്പോൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതിൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ അച്ചാർ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഈ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിപ്പിച്ചിട്ട് ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കലാണ് സാധാരണ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ചധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒന്നിച്ച് ഉണ്ടാക്കാൻ കേട്ടോ. അത് നല്ല മസാല ആക്കിയിട്ട് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങ അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ അധികം അടുപ്പത്ത് വെച്ച് വേവിക്കൊന്നും വേണ്ട കേട്ടോ. മാങ്ങ അങ്ങനെ കടിക്കാനാണ് നല്ല ടേസ്റ്റ്. നല്ലപോലെ വെന്ത് പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം വേകാതെ നല്ല രീതിയിൽ ഇങ്ങനെ കടിക്കുമ്പോഴാണ് അച്ചാറിന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്ന ബെൽ ബട്ടൺ അടിക്കണം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറി വെച്ച വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് സുർക്ക വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികം ചേർത്തണ്ട, നമ്മൾ അച്ചാർ പൊടി ചേർത്തതുകൊണ്ട് അതിൽ ഓൾറെഡി കായത്തിൻ്റെ മിക്സൊക്കെ വരുന്നതാണ് കേട്ടോ. നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉള്ളത് കൊണ്ടാണ് വീണ്ടും കുറച്ചും കൂടെ കായം ചേർത്ത് കൊടുത്തത്. അത് വേണ്ട ആൾക്കാർ ചേർത്തായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ അച്ചാർ ഏകദേശം ഞാൻ ഒരുപാട് കുക്ക് ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനെ മാങ്ങ നല്ലപോലെ കുക്ക് ചെയ്താലൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ കുക്ക് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
നല്ല ഉരുളിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഉരുളിയിലൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കുള്ളത് വലിയ ഉരുളിയാണ്. അതിപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം തന്നെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെക്കേണ്ടവർക്ക് നല്ല തുണിയൊക്കെ വൃത്തിയുള്ള തുണിയൊക്കെ മേലെ കെട്ടി കുറച്ച് നല്ലെണ്ണയൊക്കെ മേലെ ആക്കിയിട്ട് അങ്ങനെ ആക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. കുറച്ച് അധികം ഉള്ളതുകൊണ്ട് പുറത്ത് വെച്ചാൽ നാശമായി പോയാൽ പിന്നെ നമുക്ക് ഇനി ഇപ്പം അടുത്തൊന്നും മാങ്ങ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അതാ മാങ്ങ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.